എന്തോന്നു ചരക്ക്? സണ്ണി പറഞ്ഞു സെബാസ്റ്റ്യന്റെ ചരക്കുണ്ടെന്ന്. ചരക്കുണ്ട്, പക്ഷെ അല്പം വില കൂടുതലാ. അത് സാരമില്ല, ഞാനേ ബ്രാൻഡി കച്ചവടം നിർത്തിയിട്ട് ബ്രൗൺ ഷുഗർ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ അതിന് നല്ല കോളാ. ഈ കച്ചവടം സ്വല്പം അപകടം പിടിച്ചാണ്. അപ്പൊ കുട്ടപ്പൻ വൈകിട്ട് 6 മണി കഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി. ചരക്ക് ഇടുക്കിയിൽ നിന്ന് വരണം. കള്ളം പറയാതെ, അതാ പോക്കറ്റിൽ ഇരിക്കുന്നല്ലോ. ഇല്ല, ഇത് മറ്റവനെ തൂക്കാനുള്ള ത്രാസ. അപ്പോ കൃത്യം ഞാൻ വൈകിട്ട് 6 മണിക്ക് ഇവിടെ വരാം. എന്റെ പൊന്ന് സെബാസ്റ്റ്യൻ, അത് പുറത്ത് ആരോടും പറയരുത്, ഞാൻ അകത്തായി പോവും. കുട്ടപ്പൻ പറയാതിരുന്നാൽ മതി. ഞാൻ ഒരു കാരണവശാലും പറയില്ല. ഓക്കെ? പിന്നെ ഫോഴ്സ് ചെയ്താ ഞാൻ അറിയാതെ പറഞ്ഞു. എന്താ മാളുവമ്മേ മടിച്ചൊരു സല്യൂട്ട്? ഞാനും ഇപ്പൊ ഒരു അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ആകേണ്ടതാ. അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും എനിക്കുണ്ട്. ഉണ്ടോ മാളുവമ്മേ, മെരിറ്റ് ആ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് വിളിച്ചിട്ടുണ്ടോ? അതെങ്ങനെ? എനിക്കൊരു ചാൻസ് തരണ്ടേ? നിങ്ങളെല്ലാം ഗോവളം കുട്ടപ്പന്റെ വേഷവും കെട്ടി നടന്ന് കേസ് തെളിയിച്ചാൽ ഞാൻ എവിടെ കൊണ്ടിട്ട് തെളിയിക്കാനാ? ഇനിയെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊന്ന് പഠിക്കാൻ മാളുവമ്മേ. ഇത്രയും വർഷത്തെ സർവീസ് ആയല്ലോ. ഈ CRP എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? അറിയാമോന്നോ? 2 തവണ എന്നെ കല്യാണം ആലോചിക്കാൻ വീട്ടിൽ കയറി വന്നു. 2 തവണയും ഞാൻ കയറ്റി വിട്ടു. ആരെ? CRPയെയോ? ഓ, നമ്മുടെ CR പരമോ, കോൺട്രാക്ടർ, പണക്കാരനാ, അബുകാരി. മാളുവമ്മേ, നിങ്ങക്ക് പ്രമോഷൻ അല്ല ആവശ്യം, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എവിടെ ഡ്യൂട്ടി? വിമൻസ് കോളേജിൽ. അതിലാടി കിടക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേറിക്കോളാം. മെയിൻ ഗേറ്റിലൂടെ അകത്ത് പോകാവൂ, എങ്കിലേ മുഴുവനോടെ കിടക്കും. ഞാനും ഇത് നോട്ട് ചെയ്തു. എന്താ വേണം എത്ര ചിരിക്കാൻ? नमस्कार। नमस्कार। कौन है तुम? आप बॉम्बे वाला हैं उस्ताद जी? जी हाँ। आपका नाम चल्लप्पा जी है? हाँ बिल्कुल। अच्छा, മലയാളം മാലും ഹേ? बिल्कुल। ഈ നമ്മുടെ സണ്ണിയുടെ എഴുത്താണ്. रास्कल, तुमको नहीं उसको। അവൻ കഴിഞ്ഞോണം എന്നെ പറ്റിച്ചതാ. അയ്യോ, അവനെ കുറ്റം പറയണ്ട, അവനെ പോലീസ് തപ്പി അകത്താ. बदमाश, तुमको नहीं उसको। അവൻ 1000 അഡ്വാൻസും പറ്റിയതാ. അണ്ണന്റെ ഒറിജിനൽ പേര് ചെല്ലപ്പൻ എന്നല്ലേ? പാമ്പയിൽ ചെന്നപ്പോ ചെല്ലപ്പാജി എന്നാക്കി. അത് ശരി. സ്വന്തം സ്ഥലം പച്ചനേഷൻ, അണ്ണനെ പറ്റിയ സ്ഥലം. പിന്നെ ആ സണ്ണിയുടെ ബിസിനസ് ഒക്കെ ഇപ്പൊ ഞാനാ നോക്കുന്നത്. നല്ല സാധനങ്ങൾ വല്ലതും കയ്യിലുണ്ടോ? അല്ലെങ്കിൽ ഈ ബിസിനസ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല. अच्छा है, बहुत अच्छा है, क्या सुंदर है, क्या सेक्सी है. 15,000 ഒരൊറ്റ പൈസ കുറയില്ല. അങ്ങനെ വേണമെങ്കിൽ കബൂലാക്കിക്കോ, ഇല്ലെങ്കിൽ ചല ബോംബെ. ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ ഉണ്ടാവാൻ പറ്റുമോ? ഇന്ന് രാത്രി വണ്ടിക്ക് തന്നെ കൊണ്ടുപോകണം. പെണ്ണുമോഷണമാണ്, ടക്ക് നടക്കണം. ബിൽക്കുൽ ഹേ. അന്തർ ഹേ. ഞാൻ വിളിക്കുന്നു. ഇത്ര ആവേശമുണ്ട് ചെല്ലപ്പെണ്ണ. അല്ല, കണ്ടിട്ട് പണം തരാൻ പറ്റൂ? മതി, കണ്ടാ മാത്രം മതി. ഞാൻ അഡ്വാൻസ് പോലും കൈപ്പറ്റിയിട്ടില്ല, അത് ഓർമ്മ വേണം. കൊച്ചു കള്ളാജി, ചെല്ലപ്പാജി, അകത്തേക്ക് ചെല്ലാജി. പിന്നെ देखने को बहुत अच्छा लगता है. मैं तुम्हें गाना सुनाऊंगी. അകത്ത് ഗാന വേളയോ? अच्छा लगता है ना? അമ്മാളുമ്മയുടെ മനസ്സ് മാറൂ. ബോംബെ വാല എടുത്ത് വാനി കൊണ്ടിട്. നമ്മുടെ വെടിവെച്ചാൻ കോവിലുകാരനാ ചെല്ലപ്പൻ. പഞ്ചായത്ത് രോഗിയാണേ, ഉറുമ്പരിക്കാതെ നോക്കണം. വെൽ ഡൺ അമ്മാളുമേ.
വെൽഡിംഗ് ഒന്നും വേണ്ടി വന്നില്ല സാർ. ആ. നാഭി നോക്കി ഒറ്റ ചവിട്ട് താഴെ വീണു. എന്റെ ദൈവമേ. പോട്ടെ. നീ സത്യം പറയില്ലല്ലേടാ? നൊന്തോ തമാശ പറയാതെ. ഹലോ, എസ് ഐ ഗീത ഹിയർ. പത്ര റിപ്പോർട്ടർ വേണുവിന്റെ അപകട മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏതുവരെയായി? നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ. ആ ഫയൽ ഇന്ന് തന്നെ എനിക്ക് എത്തിക്കണം. ശരി സാർ. ആരാ മാഡം? SP സാറാ. എന്റെ ഭർത്താവിന്റെ ഈ ഫയൽ ഇന്ന് തന്നെ അദ്ദേഹത്തിന് എത്തിക്കണമെന്ന്. ആ, എങ്കിലീ ഫയല് പോക്കാ. പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഭർത്താവിന്റെ കൊലപാതകം അപകട മരണമാണെന്ന് നിയമം വിധി എഴുതിയത് നോക്കി നിൽക്കേണ്ട ഗതികേടിലാണ് ഞാൻ. എനിക്ക് മടുത്തു കുറുപ്പേ. തീയിൽ കുരുത്തത് വെയിലത്ത് പാടരുത്. ഇവിടെ വേലി തന്നെ വിളവ് തന്നെയാണ്. കുറുപ്പിനറിയാമോ? പലരും എന്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്റെ ഈ കാക്കിയോട് പൂരിക്കുമെന്ന്. അങ്ങനെ മറ്റുള്ളവർ ഊരി അറിയിക്കുന്നതിന് മുമ്പ് സ്വയം ഇത് ഊരി അറിഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ലേ കുറുപ്പേ നല്ലത്? അരുത് മാഡം. സഖാവ് രാഘവന്റെ പാരമ്പര്യം ഇതല്ലായിരുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ ഇത്? ഹേമയുടെ അപകട മരണത്തിന്റെ ഫയൽ. അപ്പോ സർക്കിൾ കൊണ്ടുപോയെന്ന് പറഞ്ഞത്? സർക്കിൾ അദ്ദേഹം കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. അതാണിത്. വെൽ ഡൺ. താങ്ക് യു. നോ മിസ്റ്റർ മാഡം. പൊട്ടിത്തെറിച്ച സിലിണ്ടറിന്റെ ഒരു നോബ് മുറ്റത്ത് കിടന്നിരുന്നു. അതിന്റെ ഫിംഗർ പ്രിന്റ് എന്റെ കയ്യിലുണ്ട്. അത് മേളിലോട്ട് പോയില്ല. അല്ല, പോയാ പിന്നെ തിരിച്ചു വരികയില്ല. ഇനി നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. യെസ് മാഡം. കം ടു ദ പോയിന്റ്. Take your seat. താങ്ക് യു. ഇൻസ്പെക്ടർ, അപകടത്തിൽ മരിച്ച ഹേമ എന്റെ അനുജൻ RK പ്രകാശിന്റെ ഭാര്യയാണ്. ഈ കേസ് തുടർന്ന് അന്വേഷണം നടത്തരുത് അല്ലേ? കറക്റ്റ്. അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. വാ, വാട്ട് ഈസ് സിൻസിയറിറ്റി. കുടിക്കാൻ വല്ലതും? നോ താങ്ക്സ്. ഇത്ര സിൻസിയറായ ഉദ്യോഗം നോക്കിയിട്ട് എന്ത് നേടാനാ? പിന്നെ പ്രമോഷൻ ആണെങ്കിൽ അതും പിടിപാടുള്ളവർക്ക് മാത്രം. സത്യവും ധർമ്മവും നിലനിർത്തി ജീവിക്കാൻ ചിലരെങ്കിലും ആഗ്രഹിക്കും. ഫൂൾസ്, വിഡ്ഢികൾ. ഈ പെട്ടി നിറയെ ആയുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട്. ഇതൊരു പ്രതിഫലമായി സ്വീകരിക്കേണ്ട, ജസ്റ്റ് എ പ്രസന്റേഷൻ. പക്ഷേ ഇതിനൊരു ചെറിയ പ്രത്യുപകാരം ചെയ്യണം. എന്റെ അനുജന്റെ ഭാര്യ മരിച്ചത് ആക്സിഡന്റ് ആണ്. പിന്നെ എന്നെ കൂടുതൽ ശ്രദ്ധിച്ച് സമയം കളയണോ? Take it. ഇവിടെ തനിക്ക് തെറ്റുപറ്റി. ധൈര്യത്തോടെ അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ അന്ത്യം വരെ ചെങ്കൊട ഉയർത്തിപ്പിടിച്ച് പോരാടിയ സഖാവ് രാഘവന്റെ മകൾ കള്ളപ്പണച്ചാക്കിനും മുതലാളിമാരുടെ ഭീഷണിക്കും വഴങ്ങുന്നവളല്ല. മൈൻഡ് ഇറ്റ്. പക്ഷേ നീ വളരെ ചെറുപ്പമാ. നിന്റെ ഭാവി സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. കാരണം ഈ സ്ഥലം അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് RK ദാസ് മഹാമഴയാ. അതെ, താൻ എന്നെ വിരക്കുകയാണോ? തന്നെ പോലുള്ളവരുടെ എതിർപ്പുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഈ കാക്കിക്കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ കാര്യം പറഞ്ഞെന്നുള്ളൂ. ചില ഉദ്യോഗസ്ഥന്മാർ ആദ്യം അവനെ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം അവർ അവന്റെ മുന്നിൽ തോറ്റിട്ടേ ഉള്ളൂ. ഐ മീൻ RK ദാസിന് വഴങ്ങിയിട്ടേ ഉള്ളൂ. സഖാവ് രാഘവന്റെ മകൾ ഇന്ന് വരെ ആർക്കും വഴങ്ങിയിട്ടില്ല. നിൽക്കടി. താൻ എന്നെ ബഹുമാനിക്കണ്ട, പക്ഷേ ഈ യൂണിഫോമിനെ മാനിക്കണം. അത് മറന്നതിനുള്ള ശിക്ഷയാണ്. ശരി പെണ്ണേ, രാമനാട്ടുകര കൊട്ടാരം വീട്ടിലെ ദാസിന്റെ നിഴലിനെ സ്പർശിച്ചവരെ പോലും ദാസ് വെറുതെ വിട്ടിട്ടില്ല എന്ന് പറയാറ്.